ഇനി ഈ വേദിയിലെ ഈ വർഷത്തെ ഏറ്റവും വ്യത്യസ്തമായ അവാർഡാണ്. ഈ വർഷത്തെ വാർത്തകളിൽ നിന്ന് മമ്മൂക്ക നേരിട്ടാണ് ഈ അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു സംരംഭവും തുടങ്ങിയില്ലെങ്കിലും ഏതൊരു സംരംഭകയ്ക്കും ഏതൊരു സാധാരണക്കാരനും മാതൃകയാക്കാവുന്ന വിസ്മയ ജീവിതം തീർത്ത മാളു ഷേഖ എന്ന 20 വയസ്സുകാരി മലയാള കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെ ചെയർമാൻ പത്മശ്രീ മമ്മൂട്ടി നൽകുന്ന പ്രത്യേക പുരസ്കാരത്തിന് മാളു ഷേഖയെ തിരഞ്ഞെടുത്തതിനുള്ള കാരണങ്ങൾ നമുക്കറിയാം. ദൃശ്യങ്ങളിലേക്ക്. മാളു ഷേഖ കെട്ടുകഥ പോലൊരു ജീവിതത്തിന്റെ ഉടമ. 2017 ഫെബ്രുവരി 20 വേമ്പനാട്ടുകായൽ നീന്തിക്കയറിയ ആദ്യ പെൺകുട്ടിയായി മാറിയപ്പോഴാണ് മലയാളികൾ ഇവളെ അറിഞ്ഞത്. കായലിന്റെ ഏറ്റവും വീതി കൂടിയ കുമരകം മുഹമ്മ ഭാഗം 9 കിലോമീറ്റർ ദൂരമാണ് ഈ 20കാരി കീഴടക്കിയത്. 4 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട്. പക്ഷേ നമ്മുടെ അറിവിലുള്ള ആരും നീണ്ടിക്കയറാത്ത ദുഃഖജീവിതത്തിന്റെ കരകാണാ കടൽ ഏകാഗിയായി മുറിച്ചുകടന്നവളായാണ് നമ്മൾ മാളുവിനെ അറിയേണ്ടത്. മാളുവിന്റെ സമര ജീവിതത്തിന്റെ ഏടുകളിങ്ങനെ. അച്ഛനും അമ്മയും വേർപിരിയുന്നത് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാണേണ്ടി വന്നവൾ. കുട്ടിയായ ചേട്ടൻ അനാഥാലയത്തിലേക്ക് പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നവൾ. 16ാം വയസ്സിൽ പഠിപ്പ് മുടങ്ങിയപ്പോൾ പിന്നാലെ നിർബന്ധിത വിവാഹത്തിന് വഴങ്ങേണ്ടി വരുമെന്നായപ്പോൾ ആലുവാപ്പുഴയിൽ ചാടിമരിക്കാൻ തീരുമാനിച്ചവൾ. ആരോ പിന്തിരിപ്പിച്ചതുകൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് മടങ്ങി വന്നവൾ. പിന്നെ ഹോട്ടൽ ജോലിക്കാരി, ഓട്ടോറിക്ഷ ഡ്രൈവർ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഡ്രൈവർ, കണ്ടെയ്നർ ഡ്രൈവർ, ഡ്രൈവിംഗ് പരിശീലക, ഇൻഷുറൻസ് അഡ്വൈസർ എന്നിങ്ങനെയൊക്കെ പണിയെടുത്തു. ഒപ്പം പഠിക്കുകയും ജീവിക്കുകയും ചെയ്തവൾ. 6 ഭാഷകൾ പഠിച്ചു പറയുന്നവൾ. ഇപ്പോൾ ബിരുദധാരി, ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്നവൾ. സിവിൽ സർവീസിന് തയ്യാറെടുക്കുന്നവൾ. വാർത്തകൾക്കിടയിൽ നിന്ന് മാളു ഷേഖയെ മലയാളത്തിന്റെ മഹാനടൻ പത്മശ്രീ ഭരത് മമ്മൂട്ടി കണ്ടെടുക്കുന്നു. കൈരളി ചെയർമാന്റെ പ്രത്യേക പുരസ്കാരത്തിനായി അല്ല, മലയാളക്കരയിൽ ജീവിതത്തിനിടെ ഒറ്റപ്പെട്ടു പോകുന്ന നിസ്സഹായരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ജീവിത സമരത്തിന്റെ മഹാമാതൃകയായി. ആദരവോടെ സമർപ്പിക്കുന്നു കൈരളി പീപ്പിൾ ജ്വാല 2017 ചെയർമാന്റെ പ്രത്യേക പുരസ്കാരം. മാളു ഷേഖ. മാളു ഷേഖയെ വേദിയിലേക്ക് പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പുരസ്കാരം സമ്മാനിക്കുന്നത് പ്രിയപ്പെട്ട മമ്മൂക്ക. പ്രശസ്തി പത്രം സമ്മാനിക്കുന്നത് ശ്രീ ജോൺ ബ്രിട്ടാസ്. ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. കണ്ണൊക്കെ തുടച്ചിട്ട് ഞങ്ങളോട് സംസാരിക്കൂ മാളു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ആദരണീയരായ മാതാപിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇത്രയും വലിയ സദസ്സിന്റെ മുമ്പിൽ, ഇത്രയും വിശിഷ്ട വ്യക്തികളായ ആളുകളുടെ മുമ്പിൽ വന്ന് ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റിയതിന് ആദ്യം തന്നെ ഞാൻ ദൈവത്തോട് നന്ദി പറയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല. ഇതെല്ലാം എന്റെ ജീവിത സാഹചര്യങ്ങളും എന്റെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷെ അതെല്ലാം ഞാൻ ഒരു അവസരമായിട്ടാണ് കാണുന്നത്.
എന്താ പറയാ, ഈ ഒരു അവാർഡ് എനിക്ക് കിട്ടാനുള്ള അർഹതയുണ്ടോന്നൊന്നും എനിക്കറിയില്ല. കാരണം എന്റെ ലക്ഷ്യം IAS ഓഫീസർ ആവാന്നുള്ളതാണ്. അപ്പോ ഒരു IAS ഓഫീസർ ആയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിലൊക്കെ നിന്ന് ഈ അവാർഡ് മേടിക്കുമ്പോൾ മാത്രമേ എനിക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുള്ളൂ. പിന്നെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ സ്ത്രീകളാണ്, നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വ്യക്തി സ്വാതന്ത്ര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ അതെല്ലാം അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെ ഒരു കാലഘട്ടമല്ല നമുക്ക് വേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ടാവില്ല, നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ആളുകൾ പറയും വേറെ പണിയൊന്നുമില്ല അവക്കെന്ന്. പക്ഷെ നമ്മൾ തീവ്രമായിട്ട് സ്വപ്നം കാണുക, നമ്മൾ കാണുന്ന സ്വപ്നത്തെ തീവ്രമായിട്ട് പിന്തുടരുക. നമ്മൾ കാണുന്ന സ്വപ്നം നമ്മുടെ സമൂഹത്തിനും കൂടി ഉപകരിക്കുന്ന രീതിയിലുള്ള സ്വപ്നങ്ങളായിരിക്കണം നമ്മൾ കാണേണ്ടത്. ഇത്രയും കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്നിട്ട് ഈ 9 കിലോമീറ്റർ വരുന്ന കായൽ എനിക്ക് നീന്താൻ പറ്റിയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും, നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും 9 കിലോമീറ്റർ അല്ല, ഈ ലോകം തന്നെ കീഴടക്കാൻ പറ്റൂന്നാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം. ഒരിക്കലും നമ്മുടെ ആത്മവിശ്വാസം നമ്മൾ കൈവിടാതിരിക്കുക. നമ്മൾ കാണുന്ന സ്വപ്നത്തെ തീവ്രമായിട്ട് പിന്തുടരുക.